ഹായ് മക്കളെ, SSLCയുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി എന്താ നമുക്ക് റിവാലുവേഷൻ കാര്യങ്ങൾ കൂടി നോക്കണം അല്ലേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഇതേടാ ശ്രദ്ധിച്ചോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓൺലൈൻ ത്രൂ ആണ് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടത്. അതിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ്, മുകളിൽ കാണുന്നത് sslc.exam.kerala.gov.in എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇതിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡേറ്റ് ഉണ്ട്. കൃത്യം ഈ ഒരു ഡേറ്റ് ഫോളോ ചെയ്യണം. 12th മെയ് മുതൽ 17th മെയ് വരെയാണ് ഇതിൻ്റെ ടൈം വരുന്നത് ഓൺലൈൻ ത്രൂ അപ്ലൈ ചെയ്യാനുള്ളത്. ഇനി ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനൽ ഒരു പ്രിൻ്റ് ഔട്ട് ആയിട്ട് ഫൈനൽ എല്ലാ കാര്യങ്ങളും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് ലഭിക്കും. അതിൽ നിന്നും ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ എക്സാം എഴുതിയ സെൻറ്റർ, അതായത് നിങ്ങളുടെ സ്കൂൾ തന്നെയായിരിക്കും, ആ സ്കൂളിൽ ചെന്നിട്ട് നിങ്ങളിത് പ്രിൻസിപ്പളിന് സബ്മിറ്റ് ചെയ്യണം. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ അപേക്ഷാ ഫീസ് കൂടി കൊടുക്കണം. അപേക്ഷാ ഫീസ് എന്ന് ഉദ്ദേശിക്കുന്നത് റിവാലുവേഷൻ ഒരു സബ്ജക്റ്റിൻ്റെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ 400 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരുന്നത്. ഈ 400 രൂപയുണ്ടാവും. ഇനി അതിനൊപ്പം നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കോപ്പി കൂടി വേണമെങ്കിൽ 200 രൂപയായിരിക്കും വരാം. പിന്നെ അതിൻ്റെ ഒപ്പം സ്ക്രൂട്ടണി കൂടിയുണ്ട്, അതിന് 50 രൂപയായിരിക്കും വരുന്നത്. ഒരു സബ്ജക്റ്റിനാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കുക, അത് ആ ഒരു ഫീസും കൂടി അവിടെ സബ്മിറ്റ് ചെയ്യണം. ഇനി അതെല്ലാം കഴിഞ്ഞിട്ട് റിവാലുവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമുള്ളത്, ഈ റിവാലുവേഷൻ കഴിഞ്ഞ് നിങ്ങളുടെ ഗ്രേഡുകൾ കൂടി കഴിഞ്ഞാൽ ഈ പൈസയൊക്കെ നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ എന്തായാലും അപ്ലൈ ചെയ്യുക. അതും ശ്രദ്ധിക്കണം, 17-ാം തീയതിക്കുള്ളിൽ തന്നെ ഈ അപ്ലൈ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാനും മറക്കരുത്. പ്രിൻസിപ്പളിന് നേരത്തെ തന്നെ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊന്ന് ഫോളോ ചെയ്യേണ്ടത്. ഓൺലൈൻ ത്രൂ സബ്മിറ്റ് ചെയ്യുക, ആപ്ലിക്കേഷൻ ഡേറ്റ് ശ്രദ്ധിക്കുക, എന്നിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റിനുള്ളിൽ തന്നെ പ്രിൻസിപ്പളിന് ആ പ്രിൻ്റ് ഔട്ടും അതിൻ്റെ അപേക്ഷാ ഫീസും കൂടി എന്തായാലും എന്ത് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ റിവാലുവേഷൻ്റെ കാര്യങ്ങളിൽ ഒരു തരത്തിലുള്ള ഡൗട്ടും വേണ്ട, കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, അടിപൊളിയായിട്ട് ചെയ്യാം.